ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ 8ാം മാസത്തിലെ മറ്റൊരു ചെക്കപ്പ് ഡേ ആണ് കാണാൻ പോകുന്നത്. നമ്മൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു ചെക്കപ്പിന് വേണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നത്. 8ാം മാസത്തെ ചെക്കപ്പ് ഡേ ആണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിൽ നമ്മൾ മെയിൻ ഗേറ്റിലൂടെയല്ല, നമ്മുടെ അമ്മമാരുടെയും കുട്ടികളുടെയും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നേരെ താഴെയാണ്. ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ നേരെ താഴോട്ട് പോകണം. അവിടെ ചെന്ന് നമ്മൾ അവിടുന്ന് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്ത് നമ്മൾ ഉള്ളിൽ ഒരാളെ മാത്രമേ അവർ കയറ്റുള്ളൂ. പേഷ്യൻറ്റിനെ മാത്രമേ ഉള്ളിൽ സെക്യൂരിറ്റി കയറ്റി വിടുള്ളൂ. കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിനെ ആരും ഉള്ളിലേക്ക് കയറ്റി വിടില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഒ പി ആണ്, അതായത് തിങ്കളാഴ്ചത്തെ ഒ പിയിലാണ് കാണിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ചത്തെ ഒ പി മാത്രമേ അവർ നമ്മളെ പേഷ്യൻറ്റിനെ നോക്കുള്ളൂ. പിന്നെ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ എങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആ ദിവസത്തെ ഒ പിയിൽ അവർ നോക്കില്ല കേട്ടോ. പിന്നെ അത് എല്ലാവരും ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം 8 മണിയൊക്കെ ആയതോടെ നമ്മൾ കോളേജിലെത്തി. നമുക്ക് ടോക്കനും കാര്യങ്ങളൊക്കെ കിട്ടി. 197ാമത്തെ ടോക്കനായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മളൊരു കൗണ്ടറിൽ നിന്ന് വിളിക്കും നമ്മളെ നമ്പർ. അപ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ ഷീട്ട് മുറിക്കണം. ഷീട്ട് മുറിച്ച് നമ്മൾ നേരെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലോട്ട് അവർ കടത്തിവിടും. ആ സൈഡിൽ നമുക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് 2 ഭാഗമായിട്ട് അവർ തരം തിരിച്ചിട്ടുണ്ടാവും. അതിലൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളും, മറ്റേ സൈഡ് ഗൈനക്കോളജി സംബന്ധമായിട്ടുള്ള വേറെ രോഗങ്ങളൊക്കെ ഉള്ള ആളുകളും ആയിരിക്കും. അപ്പോൾ രണ്ടിൽ നിന്ന് മിക്സഡ് ആയിട്ടാണ് അവർ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊരു സ്റ്റാഫ് വന്നിട്ട് ഇങ്ങനെ 5 പേരെ 10 പേരെയൊക്കെ വെച്ചിട്ട് ഉള്ളിലോട്ട് വിളിക്കും. അപ്പോൾ ഏകദേശം 8 മണിക്ക് ചെന്നിട്ടും ഞാൻ കാണിക്കുന്ന സമയത്ത് ഒരു 2:30, 2:45, 3 മണിയായിട്ടുണ്ടായിരുന്നു. ഒരു 3:30 ആയപ്പോഴാണ് നമ്മൾ കാണിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ 2:30 ആയ സമയത്ത് നമ്മളെ അവർ ഉള്ളിലോട്ട് വിളിച്ചു. അത്രയും സമയം എടുത്തു. അതുവരെ നമുക്ക് അവിടെ നിന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കണം, ഏതൊക്കെ ഫുഡാണ് ഈ സമയത്ത് കഴിക്കേണ്ടത്, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഏത് ഫുഡ് കഴിക്കാൻ പാടില്ല, പിന്നെ നമ്മൾ മാനസികമായിട്ട് ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്നൊരു പേപ്പർ തരും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ ഡിപ്രഷനും കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പർ തരും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ടാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ, ആദ്യമായിട്ട് ആണ് കാണിക്കുന്നതെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അങ്ങോട്ട് വിളിപ്പിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ വിളിപ്പിച്ച് നമ്മളോട് സംസാരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ, മാനസികമായിട്ട് ഓക്കെ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. ഒരു മെൻ്റലി അവർ നമ്മളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളിൽ ചെന്ന് ഈ തിരക്കും കാര്യങ്ങളിലും ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം ഒരു 1:30-2 മണിക്ക് ആയ സമയത്ത് അവർ നമ്മളെ ഉള്ളിലോട്ട് വിളിച്ചു. അവിടെ ചെന്ന് നമ്മൾ ഹൈറ്റും വെയ്റ്റും നമ്മുടെ BP ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഉള്ളിൽ വരിക്കിയിരിക്കണം. ഇതുപോലെ തന്നെ പുറത്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഉള്ളിലും വരിക്കിയിരിക്കണം. അവിടെ വരിക്കിയിരുന്ന് നമ്മൾ ഉള്ളിൽ ചെന്ന് നിറയെ ഡോക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് ആരെ വേണമെങ്കിലും കാണിക്കാം. ഞങ്ങൾ പുറത്ത് ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒ പിയിലുള്ള ഏത് ഡോക്ടേഴ്സിനെയും കാണിക്കാം. നമുക്ക് പുറത്ത് വേണമെങ്കിൽ അങ്ങനെ ഇന്നൊരു പ്രത്യേകം ഒരു ഡോക്ടർ കാണിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും കാണിക്കാം കേട്ടോ. ഞാൻ ഒ പിയിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നേരെ ചെന്ന് ഒ പിയിലുള്ള ഒരു ഡോക്ടറെ കാണിച്ചു. അവിടെ ചെന്നൊരു 2:30 ആയപ്പോഴത്തേക്ക്, 2:30-3 മണിയായപ്പോഴത്തേക്ക് എൻ്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഒരു 2:45-3 മണിക്ക് ആയതോടെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ.